വളരെ വർഷക്കാലം താൻ ജോലി ചെയ്തത് ഇസ്രായേലിൽ. തൻ്റെ അന്നം തന്നത് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ആ ഒരു കടപ്പാടിൽ നാട്ടിലെത്തിയപ്പോഴാകട്ടെ ഒരു ബസ് വാങ്ങി. ആ ബസ്സിനിട്ട പേരാകട്ടെ ഇസ്രായേൽ എന്ന്. ഇതോടെ ഇപ്പോൾ യുദ്ധം നടന്നത് അങ്ങ് ഇസ്രായേൽ ഇറാനിലല്ല, ഇങ്ങ് കർണാടക ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിലെ മൂടബിത്രി കിന്നിഘോളി റൂട്ടിൽ ഓടുന്ന ബസ്സിനാണ് ഉടമയായ ലേസ്റ്റർ കട്ടിൽ ഇസ്രായേൽ ട്രാവൽസ് എന്ന് പേരിട്ടത്. ഇതോടെ ഉടമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വമ്പൻ പൊങ്കാല. ബസിന്റെ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച് ഉടമയ്ക്കെതിരെ കേസ് എടുക്കണമെന്ന് പോലും ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഉടമയാകട്ടെ ഈ ബസിന്റെ പേര് ഇസ്രായേൽ എന്നതിന് പകരം ജെറുസലേം ട്രാവൽസ് എന്നാക്കി മാറ്റിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: താൻ ദീർഘകാലം ഇസ്രായേലിൽ ജോലി ചെയ്തു. അടുത്തിടെയാണ് താൻ നാട്ടിലെത്തുന്നത്. തുടർന്ന് ഒരു ബസ് വാങ്ങി. ആ ബസ്സിന് ഇസ്രായേൽ ട്രാവൽസ് എന്ന് പേരിട്ടു. ഇതിന് പിന്നാലെയാണ് ഒരു വിഭാഗം ആളുകൾ എതിർപ്പുമായി രംഗത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ താൻ ബസിന്റെ പേര് മാറ്റാൻ തീരുമാനിച്ചു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇസ്രായേൽ ട്രാവൽസ് എന്ന് പേരിട്ടതിൽ എന്തിനാണ് ഇത്ര പ്രശ്നമുണ്ടാക്കുന്നതെന്ന് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതേസമയം അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനമാണ് ഉയർന്നത്. പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടവർക്കെതിരെ കേസെടുക്കാമെങ്കിൽ ബസിന് ഇസ്രായേൽ എന്ന് പേരിട്ട ആൾക്കെതിരെ കേസെടുക്കണമെന്നാണ് വിമർശകരടക്കം ആവശ്യപ്പെടുന്നത്. ഇതിനിടെ ശനിയാഴ്ച ബാംഗ്ലൂരിലെ ഫ്രീഡം പാർക്കിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 600ഓളം പേരാണ് ഒത്തുകൂടിയത്. ബാംഗ്ലൂർ ഫോർ പീസ് ആൻഡ് ജസ്റ്റിസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടിയിൽ വിദ്യാർത്ഥികൾ, വനിതകൾ, കർഷക സംഘടനാ പ്രവർത്തകരടക്കം പങ്കെടുത്തു. പലസ്തീൻ ക്യാമ്പയിൻ ആഹ്വാനത്തിന് ഇന്ത്യൻ സ്ഥാപനങ്ങൾ ചെവി കൊടുക്കണമെന്നും ഇസ്രായേൽ സ്ഥാപനങ്ങളുമായി പുതിയ ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവസാനിപ്പിക്കണമെന്നുമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടത്. പരിപാടിയിൽ പലസ്തീൻ പതാക ഉയർത്താൻ പോലീസ് അനുമതി കൊടുത്തിരുന്നില്ല. കർണാടകത്തിലെ റായ്ചൂരിൽ നബിദിന റാലിക്കിടെ പലസ്തീൻ പതാക ഉയർത്തിയ സംഭവത്തിൽ അന്ന് 8 പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. രണ്ടിടത്ത് നടന്ന ഇത്തരം സംഭവങ്ങളിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ചാണ് അന്ന് FIR അടക്കം രജിസ്റ്റർ ചെയ്തത്. അതേസമയം അടുത്തിടെയാണ് നമ്മുടെ കേരളത്തിൽ ഹമാസ് തലവന്റെ ചിത്രം പതിപ്പിച്ച് ഒരു ഓട്ടോ ഓടുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. അതായത് ഹമാസ് തലവന്റെ ചിത്രം പതിപ്പിച്ച് ഓടുന്ന ഓട്ടോ എന്നായിരുന്നു തലക്കെട്ട്. കേരളത്തിലെ മെട്രോ സിറ്റിയുടെ ഭാഗമായ ആലുവയിലാണ് ഈ വാഹനം ഓടിയത്. ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ പിന്നീട് ഏറെ വിമർശനത്തിന് തന്നെ ഇടയാക്കിയിരുന്നു. ഈ ഓട്ടോ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് കേരളയിലാണ് ഓടുന്നതെന്നും ഇത് മലപ്പുറത്തല്ല, കേരളത്തിലെ മെട്രോ സിറ്റിയുടെ ഭാഗമായ ആലുവയിലാണ് ഇത്തരമൊരു ഓട്ടോ ഓടുന്നതെന്നും നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം പ്രചരിച്ചത്. മാത്രമല്ല അതിന് താഴെ വന്ന മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: ഇവനെല്ലാം ചിലപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പൊട്ടിത്തെറിച്ചെന്നിരിക്കും, ജാഗ്രത എന്നായിരുന്നു രൂക്ഷ വിമർശനം. അതായത് ഇസ്രായേൽ പലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനിലൊക്കെ ഇപ്പോൾ വലിയധികം യുദ്ധം നടക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലടക്കം ഇത്തരത്തിൽ ഇസ്രായേൽ അല്ലെങ്കിൽ പലസ്തീൻ അതല്ലെങ്കിൽ ഹമാസ് തലവൻ്റെ ചിത്രമൊക്കെ വെച്ച് ഇത്തരം വാഹനങ്ങളൊക്കെ ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങുമ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്തുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് വരേക്കും യുദ്ധം എത്രത്തോളം അവരെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരം രൂക്ഷമായ വിമർശനങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കും വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.